ഇന്നിവിടെ പറയുന്നത് ഇന്ദ്രാണി മന്ത്രം. കേട്ടിട്ടുണ്ടോ? ഇന്ദ്രാണി, ഇന്ദ്രൻ എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇന്ദ്രാണി മന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള മന്ത്രങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സശ്രദ്ധം ഗുരുമുഖത്ത് നിന്ന് ഒരുപാട് ആൾക്കാരുടെ മന്ത്രങ്ങളില്ല, എഴുതി കാണിക്കുന്നില്ല, എഴുതിയൊന്നും കാണിക്കുന്നില്ല, ഞങ്ങൾ ചൊല്ലിക്കേൾപ്പിക്കുകയാണ്. അതനുസരിച്ച് മാക്സിമം നിങ്ങൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക. ഗുരു ഉപദേശത്തിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുള്ള മന്ത്രങ്ങളാണ് അങ്ങോട്ട് ഞങ്ങൾ വിട്ടുതരുന്നത്. അത് മനസ്സിലാക്കുക. ഒരു ഗുരുവിൻ്റെ ഉപദേശം ഉണ്ടെങ്കിൽ ഇത് തന്നാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരു ഉപദേശത്തോടു കൂടി ജപിക്കുന്നതായിരിക്കും അത്യുത്തമം. എങ്കിൽ തന്നെയും ഇതൊക്കെ മാന്യ പ്രേക്ഷകരുടെ അറിഞ്ഞിരിക്കണം. കാര്യം ഞാൻ നേരത്തെ കള്ളനാണയങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ ചെന്ന ഒരു സുദർശന ഹോമം നടക്കുകയാണ്. സുദർശന മന്ത്രം എന്താണ്? ചുമ്മാ അതിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അഘോര മന്ത്രം എന്താണ്? ശൂലിനി എന്താണ്? സ്വയംവര പാർവതി എന്താണ്? അശ്വാരൂഢ, ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇന്നിപ്പോ ഇന്ദ്രാണി മന്ത്രം വെച്ചാൽ അത്യുഗ്രൻ മന്ത്രമാണ്. ഒരു ഗൃഹത്തിൽ, ഒരു വീട്ടിൽ എത്ര രീതിയിലുള്ള ശത്രുതയുണ്ടെങ്കിലും അത് മാറിക്കിട്ടാനും, അവിടെ പൊതുവായിട്ട് ബാധ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത് നെഗറ്റീവ്നെസ്, അതിനാണല്ലോ പറയുന്നത്. ഏത് നമ്മളെ ബാധിക്കുന്നു അതാണ് ബാധ. ധനം ബാധിച്ചാൽ ധനബാധയാണ്, കർമ്മം ബാധിച്ചാൽ കർമ്മബാധയാണ്, ഒരു സുഹൃത്ത് ബാധിച്ചാൽ സുഹൃത്ബാധയാണ്, സ്ത്രീ ബാധിച്ചാൽ സ്ത്രീബാധയാണ്. അങ്ങനെയുള്ള ബാധ, നെഗറ്റീവ്നെസ് നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ഭൂമിയിൽ നിന്നും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അത് തന്നെയല്ല ശത്രുഹരമാണ്. ശത്രുവിനെ നമ്മൾ വേണ്ടാന്ന് വെക്കുക, നമ്മളുമായിട്ട് അടുപ്പിക്കാതിരിക്കാനുള്ള ഒരു ഏറ്റവും അത്യുഗ്രൻ മന്ത്രമാണ് ഇന്ദ്രാണി മന്ത്രം. അല്പം മാത്രമേ ഉള്ളൂ ഇന്ദ്രാണി മന്ത്രം. അതിൻ്റെ ഗായത്രി ഉണ്ട്. സ്ഥിരം നമ്മൾ നിത്യവും വീട്ടിൽ പൂജാമുറിയിൽ ഉരുക്കഴിച്ചാൽ അവിടെ ചൈതന്യവത്താവുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതിൻ്റെ മന്ത്രം ഹോം ഇന്ദ്രാണ്യൈ നമഃ, അത്രേ ഉള്ളൂ. ഹോം ഇന്ദ്രാണ്യൈ നമഃ. പിന്നെ അതിൻ്റെ ഋഷിയുണ്ട്, ഛന്ദസ്സുണ്ട്, ദേവതയുണ്ട്. ഈശ്വര ഋഷി, ഗായത്രി ഛന്ദ, ഇന്ദ്രാണി ദേവത എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ ഈ ഒരു മന്ത്രം കൂടെ പറഞ്ഞു തരാം. മന്ത്രമല്ല, അതിൻ്റെ ഗായത്രി പറഞ്ഞു തരാം. ആ ഗായത്രി നിത്യവും ജപിച്ചാൽ ഒരു ശത്രു പോലും നമ്മുടെ മുഖത്ത് നോക്കി ഒന്നും പറയാൻ പറ്റത്തില്ല. സംശയമില്ലാത്ത കാര്യമാണ്. ഓം ശ്രീം ഹ്രീം ഹോം ഇന്ദ്രാണ്യൈ നമഃ, ഇന്ദ്രാണി മൂർത്തയേ നമഃ, ഇന്ദ്രഭൂതായൈ വിദ്മഹേ വജ്രഹസ്തായൈ ധീമഹി തന്ന ഇന്ദ്രാണി പ്രചോദയാത്. ഒന്നുകൂടെ പറഞ്ഞു തന്നേക്കാം. ശ്രീം ഹ്രീം ഹോം ഇന്ദ്രാണ്യൈ നമഃ, ഇന്ദ്രാണി മൂർത്തയേ നമഃ, ഇന്ദ്രഭൂതായൈ വിദ്മഹേ വജ്രഹസ്തായൈ ധീമഹി തന്നോ ഇന്ദ്രാണി പ്രചോദയാത്. ഈ മന്ത്രം നിത്യവും 32 ഉരുവെച്ചങ്ങോട്ട് ഉരുവിട്ട് നോക്കൂ. ഈ ഒരു ഛന്ദസ് അവിടെ പറയുക. ഗായത്രി എന്ന് പറഞ്ഞ ഒരു മീറ്ററാണ്. എല്ലാ ദിവസവും ഇത് ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശത്രുഭയം മുഖത്ത് നോക്കിയാരും ഒന്നും പറയത്തില്ല. നമ്മുടെ കൺകളല്ല നമ്മളെക്കുറിച്ച് കുറ്റങ്ങൾ മാറി എന്ന് പറഞ്ഞേക്കാം, പക്ഷെ നമ്മുടെ മുഖം കണ്ടു കഴിയുമ്പോൾ ഒരക്ഷരം പോലും നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ? കാണണം. കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും.